എന്താണ് എൽ നിനിയോ? ലളിതമായി പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിന്റെ കിഴക്കൻ മേഖലയിൽ സാധാരണമായി ഉണ്ടാകാറുള്ള തണുത്ത വെള്ളത്തിന് പകരം അസാധാരണമായി ചൂട് കൂടുന്ന പ്രതിഭാസമാണിത്. കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഇങ്ങനെ ഒരുമിച്ച് ചൂടാകുമ്പോൾ അത് നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥ തന്നെ മാറ്റിമറിക്കും. സാധാരണമായി സമുദ്രത്തിന് മുകളിലൂടെ കാറ്റ് ട്രേഡ് വിൻസ് പടിഞ്ഞാറ് ദിശയിലേക്ക്, അതായത് ഓസ്ട്രേലിയയിലൂടെ ഭാഗത്തേക്കാണ് ചൂടുവെള്ളത്തെ തള്ളുന്നത്. അപ്പോൾ അവിടെ നീരാവി രൂപപ്പെട്ട് നല്ല മഴ ലഭിക്കുന്നു. എന്നാൽ ഈ കാറ്റിന്റെ വേഗത കുറയുമ്പോൾ ചൂടുവെള്ളം അവിടെ തന്നെ നിൽക്കുകയും ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ഒക്കെ പെയ്യേണ്ട മഴ സമുദ്രത്തിന് നടുവിൽ പെയ്തു തീരുകയും ചെയ്യും. ഇതാണ് എൽ നിനിയോ. ഇത് വന്നാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഇന്ത്യയിലുമൊക്കെ വരൾച്ചയായിരിക്കും ഫലം. NOAA നൽകുന്ന റിപ്പോർട്ട് പ്രകാരം 2026 മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഇത് സംഭവിക്കാൻ 61% സാധ്യതയുണ്ട്. അതായത് നമുക്ക് മഴ വേണ്ട സമയത്ത് മഴ കിട്ടില്ല. 40 ഡിഗ്രി ചൂടുള്ള ഒരു മുറിയിൽ ആരോ ഒരാൾ വന്ന് ഹീറ്റർ കൂടി ഓൺ ചെയ്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് കാലാവസ്ഥ വ്യതിയാനവും സൂപ്പർ എൽ നിനിയോ ഒന്നിച്ചു വരുമ്പോഴുള്ള അവസ്ഥ. ഇന്ത്യയിലെ 51% കൃഷിയും കാലാവർഷത്തെ ആശ്രയിച്ചാണ്. മഴ കുറഞ്ഞാൽ വിളവ് കുറയും, ഡിമാൻഡ് കൂടും, സ്വാഭാവികമായി പണപ്പെരുപ്പം വർദ്ധിക്കും. ഏതാണ്ട് 9% വരെ വിലക്കയറ്റം ഉണ്ടാകാമെന്നു കണക്കുകൾ. നഗരങ്ങളിൽ താമസിക്കുന്നവർ നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണിയാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട്. പകൽ മുഴുവൻ റോഡുകളിലും കോൺക്രീറ്റുകളിലും കെട്ടിടങ്ങളിലും അബ്സോർബ് ചെയ്യുന്ന ചൂട് രാത്രികളിൽ പതുക്കെ പുറത്തുവിടും. അതുകൊണ്ട് തന്നെ രാത്രി നമ്മുടെ ശരീരം തണുക്കില്ല. ഇത് ഹീറ്റ് സ്ട്രോക്കിനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുമ്പോൾ വീടിനുള്ളിൽ തണുപ്പ് ലഭിക്കുമെങ്കിലും അവ പുറത്തുവിടുന്ന ചൂട് നഗരത്തിന് വീണ്ടും കൂടുതൽ ചൂടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വെറും ചൂടല്ല പ്രശ്നം, അന്തരീക്ഷത്തിലെ ഈർപ്പവും ചൂടും കൂടി ചേരുമ്പോൾ നമ്മുടെ ശരീരം ഒരു പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ എന്ന പോലെ വെന്തുപോകും. ഇതിനെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് 35 ഡിഗ്രി സെൽഷ്യസ് കടന്നാൽ ഏറ്റവും ആരോഗ്യവാനായ ഒരാൾക്ക് പോലും പുറത്ത് അധികം നേരം നിൽക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ഏതാണ്ട് 38 കോടി ജനങ്ങൾ വെയിലത്ത് പണിയെടുത്താണ് ജീവിക്കുന്നത്. ലോകത്തെ ചൂട് കാരണം മരിക്കുന്ന 5-ൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. എന്നിട്ടും കേന്ദ്ര സർക്കാർ ഹീറ്റ് വേവിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല. എന്താണെന്നറിയാമോ? ദേശീയ ദുരന്ത ഫണ്ടിൽ നിന്ന് മരിക്കുന്ന ഒരാൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ പണം ലഭിക്കാൻ വേണ്ടി സർക്കാർ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. ഈ ചൂട് 47 ഡിഗ്രി നിന്ന് 35ലേക്ക് കുറയ്ക്കാൻ ഒരു വഴിയേ ഉള്ളൂ: മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പക്ഷേ ഇവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണ്. 2024 മാത്രം 18,200 ഹെക്ടർ വനം വെട്ടിത്തെളിച്ചു. മുംബൈയിൽ കണ്ണൻ കാടുകൾ, ഡൽഹിയിലെ റിഡ്ജ് ഫോറസ്റ്റ്, മഹാരാഷ്ട്ര അസ്ദേവിലെ വനങ്ങൾ എല്ലാം വികസനത്തിന്റെ പേരിൽ ഇല്ലാതാക്കി. ഇതിനെതിരെ സംസാരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരെ ദേശദ്രോഹി എന്ന് മുദ്രകുത്തി ജയിലിലടയ്ക്കുന്നു. ഒരു 100 വർഷം പഴക്കമുള്ള വൻമരം നൽകുന്ന ഓക്സിജൻ തണൽ നൽകാൻ പുതിയതായി വെച്ചു പിടിക്കുന്ന 10 തൈകൾക്ക് കഴിയില്ല. ഇതിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് വിളിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ കൊല്ലുകയും പകരം കുറച്ച് തൈകൾ വെച്ച് ഞങ്ങൾ പരിസ്ഥിതി പ്രേമികളാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന തട്ടിപ്പാണിത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: ഇതൊക്കെ ഇല്ലാതാക്കി പണം ഉണ്ടാക്കുന്നവർ നാളെ സുരക്ഷിതമായ രാജ്യങ്ങളിലേക്ക് പറക്കും. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇവിടെ ശ്വസിക്കാൻ വായും കുടിക്കാൻ വെള്ളമില്ലാതെ നരകിക്കേണ്ടി വരും. വികസനം വേണം, പക്ഷെ അത് മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ചിന്തിക്കുക. ഇത് ചെയ്താൽ ചെറിയ ആശ്വാസം കിട്ടും. നഗരങ്ങളിൽ ഗ്രീൻ ബെറ്റുകൾ നിർബന്ധമാക്കുക. കൂൾ റൂഫ്, വീടിന്റെ കെട്ടിടങ്ങളുടെയും ടെറസിന്റെയും വെളുത്ത പെയിന്റോ പ്രത്യേക തരം ടൈലുകളോ പതിപ്പിക്കുക. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന രീതികൾ നഗരങ്ങളിൽ കൊണ്ടുവരിക. ഇത് പ്രാദേശികമായ താപനില കുറയ്ക്കാൻ സഹായിക്കും. വെർട്ടിക്കൽ ഗാർഡനിങ്, ജലാംശം നിലനിർത്തുക. ദാഹം തോന്നിയില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക. ORS, ഇളനീർ സംഭാരം എന്നിവ ശീലമാക്കുക.